തോന്നുന്നു രാജ്കുമാർ കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ മസ്താൻപേട്ടയിൽ നിന്ന് ചേരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്കുമാർ, ഞങ്ങളിവിടെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളന വേദിയിൽ സംസാരിക്കുമ്പോൾ വലിയ ആവേശമാണ് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നത്. നേതാക്കളൊക്കെ ഏതായാലും സിയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 11 മണിയോടുകൂടിയാണ് ഇവിടെ സമ്മേളനം ആരംഭിക്കുക. മസ്താൻപേട്ടയിൽ നിന്ന് രാവിലെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത് എന്താണ്? ഈ പൊതുസമ്മേളനവും ഒപ്പം തന്നെ ബഹുജന റാലിയും അടക്കമുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ പറ്റും? രാജ്കുമാർ. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് അതിൽ ഈ 10,000 എന്നല്ല, അതിൽ ഏറെ ഏതാണ്ട് 20,000-ഓളം വരുന്ന റെഡ് വാളണ്ടിയർമാരുടെ മാർച്ച് പാണ്ടിക്കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ മസ്താൻപട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വണ്ടിയൂർ ടോൾ ഗേറ്റിന് സമീപത്തുള്ള മസ്താൻപട്ടിയിലെ ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുക. ഇത് നമ്മളിപ്പോൾ അവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ തമുക്കം മൈതാനത്തിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള വലിയൊരു മൈതാനമാണിത്. എത്ര ലക്ഷങ്ങളെ വേളിലും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഈ മൈതാനത്തിനുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് വേണം സംഘാടക സമിതി ഇങ്ങനെ ഒരു പൊതുവേദി ഒരുക്കി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ നവംബർ, അതായത് 2024 നവംബർ മാസത്തിൽ ആരംഭിച്ച പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, വിവിധ സംസ്ഥാനങ്ങളിലെ സമ്മേളനങ്ങൾ, ഇതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ ഇത്രയേറെ, നേരത്തെ ശ്രീ രാജേന്ദ്രൻ അതുപോലെ ശരത്, മനു എല്ലാം സൂചിപ്പിച്ചതുപോലെ, ഒരു സംഘടനയുടെ ശേഷി, അതിൻ്റെ ഒരു ചട്ടക്കൂട്, അതിൻ്റെ ഒരു കേഡർ സ്വഭാവം, അതൊന്നും ഒരു തുള്ളി പോലും ചോരാതെ അങ്ങനെ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുമ്പ് നമ്മുടെ വഴികാട്ടികളായ സഹാബ് AKGയും EMSും കൃഷ്ണപിള്ളയും തുടങ്ങി വലിയ ആ മഹാരഥന്മാർ അവർ കാട്ടിയ വഴിയിലൂടെ പാർട്ടി സഞ്ചരിച്ച് തിരുത്തലുകൾ നിരവധി തിരുത്തലുകൾ നടത്തി ജനങ്ങൾക്ക് കൂടുതൽ ജനങ്ങളുമായി അടുക്കുന്നതിനുള്ള ഈ പറഞ്ഞു കണക്കുള്ള പാർട്ടി പീനങ്ങളിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കി വീണ്ടും ആ തിരുത്തൽ രേഖയുമായി മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ദിവസം രാഘവലു വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ശ്രീ രാജേന്ദ്രൻ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഞാനത് കേൾക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ പ്രക്രിയയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പൊതുസമ്മേളന നഗരിയായിട്ടുള്ള ഇവിടേക്ക് എത്തിച്ചേരുക. ഇനിയിപ്പോൾ നമുക്കിത് ഈ മൈതാനത്തിൻ്റെ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്കിത് കാണാം, നമ്മുടെ ക്യാമറാമാൻ അയ്യപ്പൻ അത് കാണിക്കും. ഇപ്പോൾ ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ ആ വേദി, കസേരകളൊക്കെ അടുക്കുന്നതേ ഉള്ളൂ. അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കുറേയേറെ ചളി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുകളിൽ ഈ ഇതുപോലുള്ള വിരികളൊക്കെ, ചുവപ്പൻ വിരികളും പച്ച വിരികളും ഒക്കെ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ഇനി കസേര അടുക്കുന്ന ജോലിയിലേക്ക് ഇവിടുത്തെ തൊഴിലാളികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഇതെല്ലാം സജ്ജീകരിക്കുന്നത്. ഈ ഒരേ സമയത്ത് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 10-25,000-ഓളം കസേരകൾ വന്നു കഴിഞ്ഞു. ഇനിയും ഏറെ കസേരകൾ ലോറിയിൽ നമുക്ക് ദൂരക്കാഴ്ചയിൽ കാണാൻ പറ്റും. ലോറിയിലേക്ക് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വിപുലമായ ഒരു സംവിധാനം ഈ തമിഴ്നാട് ഇതിൻ്റെ സ്വാഗത സംഘം ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ കൈരളിക്ക് തന്നെ ഏതാണ്ട് 10 ക്യാമറ വെച്ചിട്ടുള്ള ഒരു വലിയ ഒരു ഷൂട്ട്, അതിൻ്റെ ഒരു ഔട്ടാണ് നമ്മളിപ്പോൾ ലോകമെമ്പാടും, മനു സൂചിപ്പിച്ചല്ലോ, ലോകമെമ്പാടും ശ്രീ ശരത്തും സൂചിപ്പിച്ചു, കൈരളി എല്ലാ പ്രേക്ഷകരിലേക്കും ലോകമെമ്പാടും എത്തിക്കുകയാണ്. അതിന് വിപുലമായ ഒരുക്കങ്ങൾ നമ്മളും സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം ഏതാണ്ട് 20ഓളം വരുന്ന കൈരളിയുടെ സംഘം തന്നെ ഇപ്പോൾ മധുരയിൽ കഴിഞ്ഞ ഒരു 10 ദിവസമായി ക്യാമ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുസമ്മേളന മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ഒരു എന്താ പറയുക, ഒരു അഭിമാനമുണ്ട്. ഒരു പാർട്ടിയുടെ ഈ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത ആ ഒരു പ്രത്യേകതകളാണിതൊക്കെ. ഒരു സമ്മേളനം, അതിൻ്റെ ജനാധിപത്യ ഉത്സവം എന്ന് പറയുന്നത് വളരെ ചിട്ടയോടുകൂടി നടപ്പിലാക്കി ഇവിടെ എത്തിച്ചേർന്ന് ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ സംഘടനാ നടപടികളും മറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ഇത് കൂടിക്കഴിയുമ്പോൾ ഇത് പുതിയ ചരിത്രത്തിലേക്ക് സ്വർണ്ണ ലിപികളാൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു പൊതുസമ്മേളനമായി ഈ മധുരയിലെ 24ാം പാർട്ടി കോൺഗ്രസ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മനു.